അപ്പൊ ഇന്നിപ്പോ നമുക്ക് എന്താ വെച്ചാല് ഉച്ചയൂണിന് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് പറ്റിയതാണ് മസാലക്കറി. മസാലക്കറി ഇപ്പൊ വെച്ചാൽ നമ്മൾ ഇന്ന് സോയാ ചങ്ക്സ് ഉണ്ട്. സോയാ ചങ്ക്സ് നമ്മൾ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ മസാലക്കറി അതാണ്. പിന്നെ അതിലേക്ക് പറ്റിയതാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ മഴക്കാലത്ത് ഉണക്കമീൻ വറുത്തത്. പിന്നെ പപ്പടം കാച്ചിയതുണ്ട്, കൊണ്ടാട്ട മുളകൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് അങ്ങനെയാണ്, താളെയാണ് ഉണക്കമീൻ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ സോയാ ചങ്ക്സ്, ഇത് ചെറുതാണ്, അത് നമുക്ക് വെള്ളത്തിലിടണം. ആദ്യം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാണ്ട് അത് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ അതിലേക്കുള്ള മറ്റ് ചേരുവകൾ എല്ലാം ഇവിടെ ഉണ്ട്. ഇനി ഇതൊക്കെ ഓരോന്ന് നന്നാക്കാം. നമുക്ക് കിഴങ്ങുണ്ട്, മസാലക്കറി ആയിട്ടല്ലേ, മസാല നല്ല വറ്റിച്ചിട്ടാണ്. അപ്പോൾ കിഴങ്ങുണ്ട്, പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചീൻ്റെ അത് അരിഞ്ഞിടണം. അപ്പോൾ ഇതാ ഒക്കെ കഴുകി വൃത്തിയാക്കി. ഇനിയിപ്പോൾ നമുക്കിത് ഒന്ന് നുറുക്കാം. നല്ല മഴ സമയം, അപ്പോൾ അങ്ങനെ നല്ലൊരു സമയത്ത് രസമാണ് ഇങ്ങനെയുള്ള മസാലക്കറി. കുറച്ച് ചെറിയ എരിവുള്ള കറിയൊക്കെ രസമാണ്. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനത്തെ കറി നല്ല നമുക്ക് കുറച്ചുകൂടി ഒരു രുചി തോന്നുക. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം, ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉണക്കമീൻ വറക്കാൻ. രണ്ടും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. തക്കാളി 2-3 എടുക്കുന്നുണ്ട്. തക്കാളീൻ്റെ ആ പുളി, മസാലയും എരിവും എല്ലാം കൂടി ചേർന്ന് രസമാണ്. ഇന്ന് പിന്നെ ഇതാണ് പ്രധാന കറി. ഇതാ ഒക്കെ വെള്ളത്തിൽ കുതിർത്തതൊക്കെ ആ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് അവിടെ വെച്ചു. പിന്നെ ഇതാ മറ്റ് നുറുക്കിയതും എല്ലാം ഇവിടെ ഉണ്ട്. ഇതാ ഈ ചട്ടിയിലാണ് നമ്മൾ വെക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനിയിപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം നമുക്ക് സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ വലിയ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞത് അത് നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതാ നമുക്കിതാ കയ്യിൽ വന്നു. ഇതാ ഇനി ഇതാ തക്കാളി നുറുക്കിയത് അത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ കറീൻ്റെ അതേ രുചി തന്നെയാണ്, അതേപോലെ തന്നെയാണ്, ഏറെക്കുറെ അതേപോലെ തന്നെയാണല്ലോ ഉണ്ടാക്കുന്നതും. ഇതാ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ചേർത്തു. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഇഞ്ചി നമ്മൾ കഷ്ണങ്ങളാക്കിയിട്ട് ചെറുതാക്കി നുറുക്കി ഇടുന്നുണ്ട്, എന്നാലും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും ചേർത്തു. പിന്നെ ഇതാ കുരുമുളക് പൊടി, ഗരം മസാല അതും ചേർത്തു. ഇനിയിപ്പോൾ ഇതാ ഇഞ്ചി നുറുക്കിയതും ആ കിഴങ്ങും കൂടിയുണ്ട്, അതിൽ ചേർക്കാം. ഇതാ സോയാ ചങ്ക്സ് ഒക്കെ കുതിർത്ത് വെച്ചത്, ഇതാ അത് വെള്ളമൊക്കെ നല്ലപോലെ ഊറ്റിപ്പിഴിഞ്ഞ് കൈ കൊണ്ടൊക്കെ നന്നാക്കി പിഴിഞ്ഞെടുത്ത് കളഞ്ഞ്. ഇനിയിപ്പോൾ ഇതാ അതിലേക്ക് നമുക്ക് ഉപ്പ് അത് ചേർത്ത് ഇതാ നല്ലപോലെയൊക്കെ ഇതിൻ്റെ ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് ലേശം വെള്ളത്തിൽ ഇതാ നമ്മൾ അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ്. ചെറിയൊരു വെള്ളം, നല്ലപോലെ തന്നെ വെന്ത് വന്നു. ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുത്തിരുന്നു, ഉണ്ടോ? അപ്പം നല്ലപോലെ തന്നെ വറ്റി, നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. ഇതാ നമുക്കിനി കറിവേപ്പില അത് ചേർക്കാം. അപ്പോൾ സോയാ ചങ്ക്സ് അതിവിടെ ആയി. അതിപ്പോൾ വെച്ചാൽ അത് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കട്ടെ. എന്നിട്ട് വേണം ആ ചട്ടി തന്നെ വേണം അത് കഴുകിയിട്ട് നമുക്ക് മീൻ വറക്കാൻ. ഇതൊന്ന് ഈ ഒരു പാത്രത്തേക്കാണ് മാറ്റി വെച്ചാൽ പിന്നെ എന്നിട്ട് ചട്ടി കഴുകാം. ഞങ്ങൾക്ക് 2 നേരത്തിനുള്ളത് അതന്നെ, അത് പാകമാണ്. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഉണക്ക മീൻ തള, അത്യാവശ്യം വലുപ്പമുള്ള തന്നെയാണിത്. അത് ഒക്കെ ഒന്ന് സൈഡിലൊക്കെ ഒക്കെ ക്ലീനാക്കി. പിന്നെ
നമുക്ക് മുറിച്ച് ഇനി അത് വെള്ളത്തിലിട്ട് വെക്കണം കുറച്ച് സമയം. അപ്പോൾ അത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞ് പിന്നെ ഇതാ എടുത്തിട്ട് കഴുകിയൊക്കെ എടുത്ത ശേഷം നമുക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ടൊന്ന് മസാല തിരുപ്പി വയ്ക്കാം. വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ വാർന്നിട്ടുണ്ട്. അത് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ അതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് 2 എണ്ണം കൂടി ഉണ്ടാകും, 2 കഷ്ണം, 2 ട്രിപ്പ്. അപ്പോൾ അത് അവിടെ വറുത്തെടുക്കാം. അപ്പോൾ നല്ല മഴയാണ്, ജനൽ വേണ്ടി തുറന്നിടാം. ഈ പെട്ടിയിലാണ് ഇപ്പോൾ നമ്മളെ പൂച്ചയും ഇവിടെ തന്നെയാണ്. അതൊക്കെ തുണിയൊക്കെ വിരിച്ച് നല്ല ഒരു കുഷ്യൻ പോലെ തന്നെ ഉണ്ട്, ഒക്കെ വിരിച്ച് റെഡിയാക്കി അതിലാണ്. ഇതിൽ നല്ല സുഖമാണ് അവർക്ക്. നമ്മളെ അടുക്കളേൻ്റെ തൊട്ടപ്പുറത്തായിട്ട് വർക്ക് ഏരിയയിൽ അവിടെ പിന്നെ അടങ്ങി കിടക്കാം. പിന്നെ നല്ല സുഖമാണ് ഇവിടെ. പൂച്ച വരുന്നുണ്ട്, പൂച്ച വരുന്നുണ്ട്. അതുവരെ ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ ഇവിടെ വളരെ സുരക്ഷിതമായിട്ട് ഇവിടെ കഴിയുകയും ചെയ്യാം. മാത്രമല്ല നമുക്ക് എപ്പോഴും ഞങ്ങളൊരു ശ്രദ്ധ ഉണ്ടാവും ഇവിടെ. ഇവർക്ക് പറ്റിയ സ്ഥലമാണിത്. കാറ്റും വെളിച്ചമൊക്കെ ഉണ്ടേനും ഇവിടെ. അപ്പോൾ ഏതായാലും ഊണ് കഴിക്കാൻ സമയമായി. നമ്മുടെ സോയാ ചങ്ക്സ് മസാല അത് കൊടുക്കാം. പിന്നെ തള വറുത്തത്. അമ്മയ്ക്കിപ്പോൾ ഇന്ന് ഉണക്കമീൻ ഉള്ളതുകൊണ്ട് പിന്നെ പപ്പടം കാച്ചിയത് വേണ്ട എന്നുള്ളതാണ്. പിന്നെ കൊണ്ടാട്ടമുളക് വറുത്തുണ്ട് അമ്മയ്ക്ക്. അങ്ങനെയാണ്. ഇപ്പോൾ എനിക്ക് അച്ചാറ് അതുപോലെ പപ്പടം കാച്ചിയത് ഉണ്ട്. കാര്യമായിട്ടുള്ളത് ഒരു വിഭവം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സോയാ ചങ്ക്സിൻ്റെ. പക്ഷേ ബാക്കിയൊക്കെ ചെറിയ വിഭവങ്ങൾ. ഒക്കെ ചെറുതാണ്, പക്ഷേ രസമാണ് ഇതെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ഉടൻ തന്നെ കാണാം.